BJP എങ്ങനെയാണ് നിയമത്തിനെ കാണുന്നുള്ള വിവരം കൃത്യമായ രീതിയിൽ BJPയുടെ ഔദ്യോഗിക വക്താക്കൾ പറഞ്ഞു കഴിഞ്ഞു. ഈ പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും രീതിയിൽ ഇൻവെർട്ടർ കോമ ഈ പറയുന്ന 100 സീറ്റിന് മുകളിൽ കിട്ടുമെന്ന് പറയുന്ന VD സതീശനുമായിട്ട് എന്തെങ്കിലും സഹായഹസ്തങ്ങളുണ്ടോ? ആധികാരികമായിട്ടൊന്നുമല്ല, സംശയം ജനിപ്പിക്കുന്നതിന് എന്തെങ്കിലും ഉണ്ടോ? മറ്റാരും പറഞ്ഞിട്ടില്ല 100 വോട്ടിൽ കൂടുതൽ കിട്ടുന്നത്. നിങ്ങൾ അത് പറയുന്നതോടൊപ്പം തന്നെ ഈ ബംഗാളിനെ കുറിച്ച് കൂടെ പറയണം. ബംഗാൾ ഇതേ ദിവസം തന്നെയാണ് വോട്ടെണ്ണിയത്. ഇപ്പൊ ഈ പറഞ്ഞ ഒരു ഇന്നൊരു ഫലം വന്നിട്ടുണ്ട്. ഇന്ന് ബംഗാളിൽ ഇന്നൊരു റിസൾട്ട് വന്നിട്ടുണ്ട്. ഈ ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ ഒരു റിസൾട്ട് വന്നിട്ടുണ്ട്. ആ റിസൾട്ടിൽ എന്താ? 1,09,000 വോട്ടോടുകൂടി BJP സ്ഥാനാർത്ഥിയോട് ജയിച്ചു. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിത്ഡ്രോ ചെയ്തു. അവിടെ 2ാം സ്ഥാനത്തേക്ക് CPM വന്നിരിക്കുകയാണ്. അപ്പൊ അവിടെയാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഇന്ത്യയിൽ മുഴുവനും ഭരണം അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ കംപ്ലീറ്റ് മൈ വേഴ്സ് നിങ്ങൾ ഇടയ്ക്കിങ്ങനെ കയറാതെ. അതായത് ഞങ്ങളുടെ നിലപാടാണ്. കേട്ടില്ല. കേരളത്തിൽ പ്രശ്നമുണ്ട്, എനിക്കത് മനസ്സിലായി. താങ്കളും അതാണ് പറയാൻ ശ്രമിക്കുന്നത്. വി മുരളീധരൻ MLA അതാണ് പറഞ്ഞത്. നിങ്ങളുടെ ദേശീയ നേതാക്കളൊക്കെ കേന്ദ്ര നേതൃത്വം ആ നിലപാടാണ്. കേരളത്തിലെ നിയമനത്തിൽ പ്രശ്നമുണ്ട്, ബംഗാളിലെ നിയമനത്തിൽ പ്രശ്നമുണ്ടോ? ബംഗാളിലെ നിയമനത്തിൽ പ്രശ്നമുണ്ടോ ഇല്ലോ എന്നുള്ളത് പ്രതികരിച്ചതാരാ? ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി. നിങ്ങൾ അവരോട് ചോദിക്കൂ എന്തുകൊണ്ട് അവിടെ കേരളത്തിലെ നിയമനത്തിലെ പ്രതികരണം വി മുരളീധരനും ബംഗാളിലെ നിയമനത്തിൽ രാഹുൽ ഗാന്ധി. അല്ല അസുത ആ ചോദിച്ചു. എനിക്കൊന്ന് മനസ്സിലാകാത്ത ചോദ്യം കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഇപ്പൊ ചോദിച്ചില്ല. ബംഗാളിൽ ഇലക്ഷൻ കമ്മീഷണറെ, അതായത് വോട്ട് ചോരിയിലൂടെ സഹായിച്ചു എന്ന് ഇവർ ആരോപിക്കുന്ന ഇലക്ഷൻ കമ്മീഷണറെ അവിടെ സുഖേന്ദു അധികാരിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത് പ്രതികരിച്ചത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയാ. എന്തുകൊണ്ട് ഈ രാഹുൽ ഗാന്ധി ഇതേ നിയമനം കേരളത്തിൽ നടത്തിയപ്പോൾ പ്രതികരിച്ചില്ല? ഞങ്ങൾക്ക് അത് ചോദ്യം ചെയ്യണ്ടേ? എന്താ അതുകൊണ്ട് മനസ്സിലാക്കുന്നത് എന്താ? ഇന്ത്യയിൽ ഒരിടത്തും ഒരു ഉപകരണത്തിലൂടെ ഒരു ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ചോ ഇലക്ഷനിൽ ഒരു അട്ടിമറി നടത്തുന്നില്ല. എന്തുകൊണ്ടാണ് അത് ഞങ്ങൾ അങ്ങനെ വിശദീകരിക്കാൻ കാരണം? ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് എവിടെ BJP തെരഞ്ഞെടുത്താലും പറയും അത് EVM അഡ്ജസ്റ്റ്മെന്റ് ആണ്, ഇന്ത്യയിൽ എവിടെയും പ്രശ്നമില്ലെങ്കിൽ പിന്നെ കേരളത്തിൽ ആരോപണം ഉന്നയിക്കാൻ പാടില്ല. അല്ലല്ല, പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ, പൂർത്തിയാക്കിക്കോളൂ. അല്ല, കേരളത്തിലെ ആരോപണം ഉന്നയിച്ച് കേരളത്തിനെ കുറിച്ച് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഈ ബംഗാളിനെ പോലെ ആരോപണം ഉന്നയിക്കുന്നില്ല എന്നാണ് ഞങ്ങൾ ചോദിച്ചത്. അപ്പൊ അവിടെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, സ്വാഭാവികമല്ലേ? അപ്പൊ ഞങ്ങളെ കുറിച്ച് പറഞ്ഞ ആരോപണങ്ങൾ ഇപ്പൊ നേരെ തിരിഞ്ഞു കുത്തിയിരിക്കുന്നു. ഒറ്റ ചോദ്യോടെ ഈ വോട്ട്ചോരി എന്ന് പറഞ്ഞ സംഭവമുണ്ട് ഇവിടെ എവിടെയെങ്കിലും ഇന്ത്യയിൽ ജയിച്ചാൽ വോട്ട്ചോരി, EVM മെഷീൻ. ഞാൻ ചോദിക്കട്ടെ, ഇതെന്തുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ അതേ ആരോപണങ്ങൾ സുപ്രീം കോടതിയിൽ കേസുമായിട്ട് പോയ MP ഗോവിന്ദൻ മാസ്റ്ററുടെ പാർട്ടി എന്തുകൊണ്ടാണ് ഈ രാഹുൽ ഗാന്ധി ബംഗാളിനെ കുറിച്ച് ഇങ്ങനെ ആരോപണം ഉന്നയിച്ചപ്പോൾ എന്തുകൊണ്ട് കേരളത്തെ കുറിച്ച് ആരോപണം ഉന്നയിക്കുന്ന അവർ പരസ്പരം ഇപ്പൊ തമ്മിൽ